LDF സർക്കാരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്ന NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ശബരിമല വിഷയത്തിലെ സർക്കാർ നിലപാട് സ്വാഗതം ചെയ്യുന്നു. സമദൂരത്തിലെ ശരിദൂരമാണ് അയ്യപ്പ സംഗമത്തിൽ സ്വീകരിച്ചത്. പ്രതിഷേധങ്ങൾ നേരിട്ടോളാമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. പെരുന്തയിൽ ചേർന്ന NSS പൊതുയോഗം സുകുമാരൻ നായർക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചു. നിങ്ങളിങ്ങനെ ചോദിക്കരുത്. ഞാൻ മറ്റാരും ആക്കാത്ത പോലെ വളരെ വ്യക്തമായിട്ട് എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് എന്തിനാ വെറുതെ കൊടുത്തിട്ടുണ്ട്? രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ഇതൊരു നിലപാടാണ്. ഇത് മന്നത്ത് പത്മനാഭനെടുത്ത നിലപാടാണ്. അതിന്നും ഞങ്ങൾ തുടരുന്നു എന്നുള്ളേ ഉള്ളൂ. സമദൂര നിലപാടാണ്. ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലാന്ന്. നമ്മൾ ആ സമദൂരം തുടരും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരം ഉണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, സമദൂരത്തിൽ ശരിദൂരം ആ ഒരു സിദ്ധാന്തത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് NSS ജനറൽ സെക്രട്ടറി. മാത്രമല്ല, മന്നത്ത് പത്മനാഭന്റെ സമയത്തെ വിമോചന സമരങ്ങളെല്ലാം നമ്മളുടെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തിയ വിമോചന സമരങ്ങളുടെയൊക്കെ കോട്ടെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. മന്നത്തിന്റെ കാലത്തുണ്ടായ അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് തങ്ങൾക്കുള്ളത്. സമദൂരം തന്നെയാണ് എന്നാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും NSS ഇനി തീരുമാനിക്കാൻ പോകുന്നത്? മറ്റൊന്ന്, ഈ പൊതുയോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ സുകുമാരൻ നായർക്കെതിരെ ഉയർന്നിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതനുകൂല നിലപാടിനെ കുറിച്ചുള്ള വിശദീകരണമായിട്ടാണ് സമദൂരത്തിലെ ശരിദൂരമാണ് സ്വീകരിച്ചത് എന്ന് NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും 2 പ്രതികരണങ്ങളാണ് നൽകിയത്. ഈ 2 പ്രതികരണങ്ങളിലും അദ്ദേഹം തന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകിയത്. രാവിലെ പൊതുയോഗത്തിന് മുന്നോടിയായി മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്കായി എത്തിയപ്പോൾ ഇത്തരത്തിൽ ഇപ്പോഴുള്ള വിവാദ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് തന്റെ രാഷ്ട്രീയ നിലപാട് താൻ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, പിന്നിനി എന്തിനാണ് ഈ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളെന്ന് സുകുമാരൻ നായർ ചോദിക്കുകയുണ്ടായി. കൂടാതെ എതിരായി ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ പരിഹാസ രൂപേണയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോൾ ഉണ്ടാകുന്ന ഫ്ലെക്സ് പ്രതിഷേധങ്ങളൊക്കെ തനിക്കൊരു പബ്ലിസിറ്റി അല്ലേ എന്നാണ് സുകുമാരൻ നായർ ചോദിച്ചത്. വീണ്ടും കുത്തി എന്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. പിന്നീട് നടന്ന പൊതുയോഗം ഏറെ രാഷ്ട്രീയമായി പലരും കാത്തിരുന്നതായിരുന്നു. ഇന്ന് നടന്ന പൊതുയോഗം ഇപ്പോഴത്തെ ഉള്ളൊരു പൊതു രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് അടക്കം വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരമൊരു സാധ്യതകളൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ ഈ പങ്കെടുത്ത 300 പ്രതിനിധികളും പൂർണ്ണമായ പിന്തുണയാണ് ജനറൽ സെക്രട്ടറിക്ക് നൽകിയതെന്നാണ് പുറത്തു വന്ന ഓരോ പ്രതിനിധികളും പറഞ്ഞത്. പിന്നീട് സുകുമാരൻ നായരും ആ പ്രതികരണമാണ് നടത്തിയത്. ഈ യോഗത്തിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ വിശ്വാസ സംരക്ഷണ വിഷയത്തിൽ സർക്കാർ നിലപാട് മയപ്പെടുത്തി സർക്കാർ നിലപാട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സർക്കാരിനെ പിന്തുണച്ചത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ നവരാത്രി അവധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 30-ാം തീയതിയുള്ള അവധി അടക്കമുള്ള ആവശ്യങ്ങളിൽ NSS ഉന്നയിച്ച പല ആവശ്യങ്ങളും സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ചു എന്നുള്ള കാര്യവും സുകുമാരൻ നായർ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഇത് രാഷ്ട്രീയ പിന്തുണയല്ല, നേരെ മറിച്ച് ശരിയോടൊപ്പം ഒരു പിന്തുണ കൊടുക്കുന്നു, സർക്കാർ എന്ന നിലയിലുള്ള ഒരു പിന്തുണ കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം യോഗത്തെ അറിയിക്കുകയും ചെയ്തത്. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് സമദൂരത്തിലെ ശരിദൂരമാണ് താൻ ഇപ്പോൾ പിന്തുടരുന്നത്. ഇവിടേക്ക് ഈ വിശ്വാസ സംരക്ഷണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെയും BJPയുടെയും ഒരു നേതാക്കളും വരണ്ട, നേരെ മറിച്ച് മറ്റെന്ത് വിഷയത്തിന് അവർക്ക് വരാം. ഇപ്പോൾ ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയമായി മുതലെടുക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ സർക്കാർ ഒരു നിലപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിലപാട് മാറ്റത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ NSS ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത്.